ഞാൻ ഷംന ഷാനവാസ് നക്ഷത്ര 916 ഗോൾഡൻ ഡയമണ്ട്സ്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ ഡോൺ ചെയിൻസുകളാണ്. ഡോണിന്റെ കൂടെ തന്നെ കൈ ചെയിനുകളും ഉണ്ട്, മാലകളും ഉണ്ട്. ഡോണിൽ തന്നെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം അല്ലെ. അപ്പൊ നമുക്ക് അതിന്റെ സ്റ്റാർട്ടിംഗ് വെയിറ്റും ഞാൻ മാലയാണെങ്കിലും കൈ ചെയിനാണെങ്കിലും പറഞ്ഞ് നിങ്ങളെ പരിചയപ്പെടുത്താം. അപ്പൊ നമുക്ക് നേരെ ഡോണിന്റെ മോഡൽസിലേക്ക് പോകാം. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. എന്റെ ഈ ചാനൽ എന്റെ പേഴ്സണൽ ചാനൽ ലിങ്കും ഞാൻ താഴെ കൊടുത്തേക്കാം. ജസ്റ്റ് നിങ്ങൾക്ക് സമയം കിട്ടണ പോലെ അതിലും കൂടെ ഒന്ന് കയറി നോക്കുക. അതിലും നമുക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഞാൻ ഇടുന്നുണ്ട്. അപ്പോ നമുക്ക് നേരെ പരിചയപ്പെടാല്ലേ ഡോണിന്റെ നല്ല അധോലോകമായ നമ്മുടെ ഡോണിന്റെ. പിന്നെ ആദ്യം തന്നെ പറഞ്ഞേക്കാം, ഡോൺസ് കൂടുതലും ജെൻസ് ആണ് കൊണ്ടുപോകുന്നത്, ലേഡീസും കൊണ്ടുപോകും. എന്നാൽ മിനിമം നമുക്ക് നോക്കുവാണെങ്കിൽ ഒരു 60% ജെൻസ് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അതുപോലെ ജെൻസും കാണുക. കുറെ പേര് പറയുമായിരുന്നു ജെൻസിന് മാത്രമേ ഒന്നും കാണിക്കുന്നില്ലെന്ന്. അപ്പൊ അവർക്ക് പറ്റുകയാട്ടോ ഈ ഡോൺ. അപ്പൊ അതുകൊണ്ട് പിന്നെ കല്യാണത്തിനൊക്കെ ആണെങ്കിൽ ചെറുക്കന്മാർക്ക് എല്ലാവരും ഡോൺ മാലകളാണ് ചൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നേരെ ഡോണിന്റെ ഡിസൈനിലേക്ക് പോയാലോ. അപ്പൊ ഡോണിന്റെ നമുക്ക് അതിവിശാലമായ കളക്ഷൻസിലേക്ക് പോയാലോ. അപ്പൊ ഞാനിവിടെ നമ്മുടെ കൈ ചെയിൻ സെറ്റ് ചെയ്തിട്ടുണ്ട്, മാല സെറ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ എല്ലാ ഡിസൈനുകളിലും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ഞാൻ 8 പിടി 5 പിടി 6 പിടി ഒക്കെ സ്റ്റാർട്ടിങ് എത്ര വെയിറ്റ് ആണെന്ന് പറയാം. അത്രയും ക്യൂട്ട് ആയിട്ടുള്ള ഡിസൈനുകൾ വന്നിട്ടുണ്ട്. പിന്നെ ഡോൺ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകം അറിയേണ്ട കാര്യം എന്താന്ന് വെച്ചാല് കൂടുതലും ജെൻസ് ആണ് എല്ലാവരും യൂസ് ചെയ്യുന്നത്, ലേഡീസും യൂസ് ചെയ്യുന്നുണ്ട്. എന്നാലും മാലകൾ പൊതുവെ ജെൻസാ കൂടുതലും കൊണ്ടുപോകുന്നത്. നല്ല പൊലിമ പണിയില് റൗണ്ട് ഡിസൈനുകളിലാണ് വരുന്നത്. നല്ല ഒരു പൊലിമയിൽ ഏറ്റവും പൊലിമയിൽ വരുന്ന നമുക്ക് കുട്ടികൾക്കൊക്കെ ഒത്തിരി പേര് കൊണ്ടുപോകാറുണ്ട് കേട്ടോ ഈ ഒരു ഡിസൈൻ ഒക്കെ. കാരണം പൊലിമ തന്നെയാണ് പ്രധാനം. അത്രയും ക്യൂട്ടായിട്ടുള്ള ഡിസൈനുകൾ നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്കൊക്കെ ആണെങ്കിൽ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഡെയിലി ആണെങ്കിൽ യൂസ് ചെയ്യാം. ഇനിയിപ്പോ താലിമാലയൊക്കെ ഇട്ടാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ 1.25 പവൻ തൊട്ട് നമുക്ക് 8 പിടിയിൽ അവൈലബിൾ ആണ്. 1.25 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 10 ഗ്രാം. 10 ഗ്രാമിന് തല വഴി ഇടാവുന്ന ഡിസൈനുകളാണ് നമ്മൾ മിനിമം നമ്മൾ താലിമാല കൊണ്ടുപോകുന്നത്. അത് നമുക്ക് 1.25 പവൻ തൊട്ട് ഈ ഒരു ഡിസൈനുകൾ അവൈലബിൾ ആയിരിക്കും. ജെൻസിനാണെങ്കിലും ലേഡീസിനാണെങ്കിലും തല വഴി ഇടണമെങ്കിൽ നമുക്ക് ഈ ഒരു ഡിസൈൻ കൊണ്ടുപോകാം. അത്രയും ക്യൂട്ട് ആയിട്ടുള്ള ഡിസൈൻ ആണ്. ഇനി ഞാൻ ഓരോ മോഡൽ 8 പിടി 5 പിടി 6 പിടി ഒക്കെ എത്രയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഓരോ ഡിസൈനും ഞാൻ എടുത്ത് കാണിച്ച് നിങ്ങളെ പരിചയപ്പെടുത്താം. ആദ്യം നമുക്ക് 8 പിടിയിലെ തന്നെ നോക്കാം അല്ലെ. കാരണം എല്ലാവരും യൂസ് ചെയ്യുന്ന 8 പിടിയിലായിരിക്കും കൂടുതലും. 1.25 പവൻ തൊട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്റ്റാർട്ടിങ് ഉണ്ടാവും. ഇതിപ്പോ ഞാൻ സെറ്റ് ചെയ്തേണ്ട 2 പവന്റെ ഉണ്ടാ. 1.25 പവനിലാണെങ്കിൽ നല്ല പൊലിമയിൽ തന്നെ 8 പിടി തല വഴി ഇടാവുന്ന ഡിസൈനുകൾ അവൈലബിൾ ആണ്. ഇനിയിപ്പോ 2.5 3 പവനിലൊക്കെ നിങ്ങൾക്ക് 10 പിടി വേണം എന്ന് പറഞ്ഞാൽ അതും നമ്മൾ തീർച്ചയായിട്ടും ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഭംഗിയിൽ തന്നെ വന്നേക്കുന്നതാണ് നമ്മുടെ ഡോൺ ചെയിൻ. ഡോൺ എന്ന് പറയുമ്പോൾ നമ്മുടെ അധോലോകമാണ് അല്ലെ. അത്രയും ഭംഗിയിൽ തന്നെ എല്ലാവരും ജെൻസ് ഒക്കെ കൊണ്ടുപോകുന്ന ഡിസൈനിൽ തന്നെ വന്നേക്കുന്നതാണ്. വട്ടം ഡിസൈൻ ആണ് ഇതിന്റെ ഹൈലൈറ്റ്. മാക്സിമം പൊലിമയും കൂടെ അതിന്റെ ഹൈലൈറ്റ് ആണ്. ഇപ്പൊ ജെൻസിനൊക്കെ ആണെങ്കിൽ നമുക്ക് ഓം ഒക്കെ എഴുതി, ഓമില്ലേ സാധാ ഓം ലെറ്റർ ഓംസ് ഒക്കെ നമുക്ക് കൊണ്ടുപോകാം അല്ലെ. ആലില കൊണ്ടുപോകാം, ഏലസ് ഉണ്ട്, അങ്ങനെ പല ലോക്കറ്റ്സുകൾ അവൈലബിൾ ആണ്. ഇപ്പൊ ലേഡീസിനാണെങ്കിൽ നമുക്ക് താലി നമുക്ക് യൂസ് ചെയ്യാം. ഇനിയിപ്പോ അതുപോലെ നെയിം ലോക്കറ്റ്സ് ആണെങ്കിൽ അത് മാത്രമായിട്ടാണെങ്കിൽ യൂസ് ചെയ്യാം. നമ്മുടെ നെയിം എന്റെ പേര് എഴുതിയില്ലായിരുന്നോ, ജസ്റ്റ് നെയിംസ് മാത്രം, അത് ഇതിൽ വന്നാലും നല്ലൊരു ഭംഗിയിൽ നല്ല ഊഞ്ഞാല് പോലെ കിടക്കൂട്ടോ. നല്ലൊരു ട്രെൻഡി ആയിട്ട് വന്നിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ 8 പിടിയിൽ കണ്ടിട്ട് 1.25 പവൻ തൊട്ട് 8 പിടിയിൽ അവൈലബിൾ ആണ്. അപ്പൊ കണ്ടല്ലോ. ഇനി നമുക്ക് അടുത്ത ഡിസൈനില് നമ്മുടെ ഈ ഒരു ഡോൺ ഡിസൈനിൽ തന്നെ 6 പിടി നോക്കാം. വളരെ ക്യൂട്ട് ആയിട്ടുള്ള ഡിസൈനിൽ തന്നെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോ നിങ്ങൾ ചോദിക്കുവാണെങ്കിൽ 6 പിടിയിൽ 1 പവൻ തൊട്ട് അവൈലബിൾ ആണ്. 1 പവൻ 6 പിടി എന്ന് പറയുമ്പോൾ നമ്മളെ പോലെ ഒരു 12 വയസ്സ് എബോവ്, എത്ര വയസ്സ് വരെയാണെങ്കിലും നമുക്ക് ഈ 6 പിടി മതിയാവും. ഇനിയിപ്പോ പിള്ളേരാണെങ്കിൽ ഒരു 18 20 25 വയസ്സുള്ളവർക്ക് കുറെ പേര് ചിലപ്പോൾ 8 പിടി ചോദിക്കില്ല. നിങ്ങൾ 6 പിടി മതി. കറക്റ്റ് ഷർട്ട് ഇടുമ്പോഴത്തേക്കും ബനിയനൊക്കെ ഇടുമ്പോഴത്തേക്കും കറക്റ്റ് നെക്കിൽ തന്നെ വന്ന് കിടക്കണം. കാരണം നല്ല പുറത്തുള്ളവർ കാണുള്ളൂ അല്ലെ. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് 6 പിടി കൊണ്ടുപോയാൽ മതി. ഇപ്പൊ ലേഡീസിനാണെങ്കിലും ജസ്റ്റ് ചുരിദാറിന്റെ ഒക്കെ നെക്ക് വരെ വന്ന് കിടക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു 6 പിടിയിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇനി നമുക്ക് 5 പിടി എന്ന് വെക്കാം. 5 പിടി ആർക്കാണ് നമ്മൾ ഉപയോഗിക്കണം എന്ന് നോക്കാം. 5 പിടിയിലാവുമ്പോഴത്തേക്കും നോർമലി കുട്ടികളാണ് യൂസ് ചെയ്യുന്നത്.
നല്ലൊരു ഭംഗിയിൽ തന്നെ നമുക്ക് 3/4 പവൻ തൊട്ട് അവൈലബിൾ ആണ്. 5 പിടി എന്ന് പറയുമ്പോൾ ന്യൂ ബോൺ ബേബീസ്, ജനിച്ച കുട്ടികൾ തുടങ്ങി ഒരു 12 വയസ്സ് 13 വയസ്സ് ബിലോ ഉള്ള കുട്ടികൾക്ക് വരെ നമുക്ക് യൂസ് ചെയ്യാം. കാരണം 5 പിടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പിടി എന്ന് പറയുമ്പോൾ 3 ഇഞ്ചാണ്. 3 × 5, കാരണം ആ ഒരു പാകത്തിന് അവരുടെ അളവിനനുസരിച്ചായിരിക്കും ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. 5 പിടിയിൽ സെറ്റ് ചെയ്തേക്കുന്നത് അത്രയും ഭംഗിയിൽ തന്നെ കിടക്കുന്നുണ്ടാവും കേട്ടോ. കുട്ടികളൊക്കെ ആണെങ്കിൽ വായിലൊക്കെ ഇട്ട് കടിച്ച് ചളിക്കാൻ ചളങ്ങും. അതിപ്പോ ഏത് ഡിസൈൻ ആണെങ്കിലും അങ്ങനെ തന്നെ. പിന്നെ നമ്മളൊരു പ്രത്യേകം കാര്യം ശ്രദ്ധിക്കണം, ഏതൊരു ചെയിൻ ഇട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ കൊളുത്തൂരി കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് കൈ ഒന്ന് ഓടിച്ചിട്ട് കറക്റ്റ് നമ്മൾ അപ്പുറത്തെ ഹുക്കി കൊണ്ടുവന്ന് വേണം ക്ലിപ്പ് ചെയ്യാൻ. ഈ ഏത് ചെയിൻ ആയാലും തിരിഞ്ഞും മറിഞ്ഞു വിട്ട് നമ്മൾ കൊളുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഡാമേജ് ചെയ്യും. കാരണം ഞാനിപ്പോ എന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ കുറെ പേര് വന്ന് ചോദിക്കാറുണ്ട്, ഇപ്പൊ ഏതെങ്കിലും ചെയിൻസ് ഒക്കെ ആണെങ്കിലും കൂടുതൽ പൊട്ടി പോകുന്നുണ്ട്, അത് എന്താ കാരണം എന്ന് ചോദിക്കാറുണ്ട്. അതാണ് മെയിൻ ആയിട്ടുള്ള വിഷയം. നമ്മളിപ്പോ ഒരു ഭാഗത്ത് നമ്മൾ തലവഴി ഇടാനാണെങ്കിലും അല്ലാതെയൊക്കെ ആണെങ്കിലും 6 പിടിയിലാണെങ്കിലും നമ്മൾ ജസ്റ്റ് കൊളുത്തൂരും ഇട്ട് നമ്മൾ ഇവിടെ ബാക്ക് സൈഡിലൊക്കെ കറങ്ങി തിരിഞ്ഞൊക്കെ ആയിരിക്കും നമ്മൾ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് കൊളുത്തണം. പക്ഷെ അത് ഏതൊരു ചെയിൻ ആണെങ്കിലും പെട്ടെന്ന് ഡാമേജ് പറ്റും. അതിന് നല്ലത് ജസ്റ്റ് കൊളുത്ത് ഊരിയിട്ട് ഈ ഒരറ്റം പിടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ കറക്കി ഇടുമ്പോഴത്തേക്കും ഈ ഒരു കൈ കൊണ്ട് തന്നെ ഓടിച്ച് നമ്മൾ ഇവിടെ കൊണ്ടുവരിക. അപ്പൊ പെർഫെക്റ്റ് ആയിട്ട് ഒട്ടും വളയാതെ തന്നെ കിട്ടും. എന്നിട്ട് നമ്മൾ ജസ്റ്റ് കൊളുത്തിടുക. ഒരു കംപ്ലൈന്റും വരില്ല. ചെയിൻ തിരിഞ്ഞു മറിഞ്ഞു പിന്നെ വലിച്ചു ഒക്കെ വരുമ്പോഴാണ് ചെയിൻ പെട്ടെന്ന് പൊട്ടിപ്പോണത്. നമ്മൾ എവിടെ നിന്ന് എടുത്താണെങ്കിലും പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള കാരണം അതാണ്. ഞാൻ പറഞ്ഞെന്നുള്ളൂ, കുറച്ച് ലാസ്റ്റ് ചെയ്ത് കിടക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞെന്നുള്ളൂ കേട്ടോ അതിന്റെ കൂടെ. അപ്പൊ ഇനി നമ്മൾ മാലകൾ കണ്ടു, 8 പിടി 5 പിടി 6 പിടിയൊക്കെ കണ്ടു അല്ലേ. ഇനിയിപ്പോ നമുക്ക് കൈച്ചെയിൻ കിട്ടണ എത്ര വെയിറ്റിലാന്ന് നോക്കിയാലോ. നമുക്ക് ഇതിന്റെ കൈച്ചെയിൻ വന്നെന്ന് വെച്ചാല് ആദ്യം നമ്മുടെ കുട്ടികളുടെ കൈച്ചെയിൻ നോക്കാം. കുട്ടികളുടെ കൈച്ചെയിൻ എന്ന് പറയുമ്പോ നമുക്ക് ഈ ഒരു അളവിലായിരിക്കും വന്നത്. കുട്ടികൾക്ക് ഒരു നമുക്ക് എങ്ങനെ പോയാലും ഒരു 6 വയസ്സ് ബിലോ ഉള്ള കുട്ടികൾക്ക് 6-7 വയസ്സ് വണ്ണമൊക്കെ ഇല്ലെങ്കിൽ 7 വയസ്സ് വരെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ആ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു അളവ് മതിയാകും. നമുക്ക് 2 ഗ്രാം മുതൽ നല്ല പൊലിമയിൽ തന്നെ നമുക്ക് ഡോണിന്റെ കൈച്ചെയിനുകൾ അവൈലബിൾ ആയിരിക്കും. നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനോ നമ്മുടെ മക്കൾക്കാണെങ്കിലോ ജെൻസ് ആണെങ്കിലും ജെൻസ് എന്ന് പറയട്ടെ ആൺകുട്ടി ആണെങ്കിലും പെൺകുട്ടി ആണെങ്കിലും നമുക്ക് ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റിയ ചെയിനുകൾ, ഹാൻഡ് ചെയിനുകളിൽ ഒന്നാണ് നമ്മുടെ ഡോൺ ചെയിൻ. ഓക്കെ, അപ്പൊ നമ്മുടെ കുട്ടികളുടെ 2 ഗ്രാം എന്ന് പറഞ്ഞു. ഇനിയിപ്പോ വലിയവരുടെ ആയിരിക്കും എല്ലാവർക്കും അറിയണ്ട അല്ലെ. വലിയവർക്ക് നമുക്ക് 3 ഗ്രാം മുതൽ അവൈലബിൾ ആണ്. ഇത് 3 ഗ്രാമിന്റെയാണ് ഞാൻ വെച്ചേക്കുന്നത്. നല്ലൊരു സിമ്പിൾ ആയിട്ട് അതിന്റെ കൂടെ തന്നെ ഞാൻ ഒരു പൗണ്ടും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ഞാൻ വെച്ചേക്കാം. ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ വെച്ചതേ ഉള്ളൂ. നമുക്ക് ജെൻസ് ലേഡീസും നമുക്ക് കൈച്ചെയിൻ കോമൺ ആയിട്ട് ഇപ്പൊ ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും കൊണ്ടുപോകുന്നുണ്ട്. മാലയാണ് കൂടുതലും ആണുങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്തേക്കണം കേട്ടോ. കൈച്ചെയിൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ പൊലിമ ഉള്ളതുകൊണ്ട് കൈച്ചെയിൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇനിയിപ്പോ പാദസരം ഇതിന്റെ ഡോണിന്റെ ഒന്നും ആരെങ്കിലും കൊണ്ടുപോകാറില്ല. ഇനിയിപ്പോ ആർക്കെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് 1.25 പൗണ്ട് തൊട്ട് തന്നെ ചെയ്യാം പാദസരം. അതേപോലെ തന്നെ കുട്ടികൾക്ക് അരഞ്ഞാണങ്ങളും അങ്ങനെയൊന്നും ഈ ഒരു ചെയിൻ അധികം കൊണ്ടുപോകാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അത് എടുത്തു വെച്ചുള്ള ഇനി പാർക്കിൽ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതും ചെയ്ത് കൊടുക്കുന്നുണ്ട്. വളരെ ക്യൂട്ടായിട്ടുള്ള ഡോണിന്റെ ഒരു കലവറ തന്നെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഡോണിന്റെ അടിപൊളിയായിട്ടുള്ള സെറ്റുകളെല്ലാം തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. ഇന്ന് നമ്മൾ പരിചയപ്പെട്ട ഡോൺ ചെയിൻസുകളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോയുമായി ഞാൻ വീണ്ടും എത്തും വരെ സൈനിങ് ഓഫ് ഷംല ഷാനവാസ്. നക്ഷത്ര 916 ഡയമണ്ട്സ്, സാധാരണക്കാരുടെ വലിയ ജ്വല്ലർ.